കൊല്ലം ഓണത്തിന് ഒരു സംഭവം നടന്നായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അവിടുത്തെ പൂ പറിച്ചെന്നും പറഞ്ഞ് അവിടുത്തെ ആൻറ്റി ഞങ്ങളെ കരയിച്ച് ഓടിച്ചു വിട്ടായിരുന്നു. ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ എൻ്റെ ഡാഡിയോട് വന്ന് കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കിനും എൻ്റെ ഡാഡി പറഞ്ഞു, അടുത്ത കൊല്ലം നിങ്ങൾക്ക് എല്ലാവരെയും അത്തപ്പൂ കാണുമെന്നും പറഞ്ഞ് വാശിയായി. അങ്ങനെ ഈ കൊല്ലം ഇത്രയും പൂ നടുന്നുണ്ട്. അതിന് വളമിടാൻ പോവുക. കണ്ടോ, മുട്ട് വന്നു തുടങ്ങി. ഓണം ആകുമ്പോ ഇഷ്ടം പോലെ പൂവായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവരെക്കാട്ടിലും കൂടുതൽ പൂ കണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ എന്റെ വിഷമം തീരും. 400 ചെടിയുണ്ട്, 400 ചെടി. ഇത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ പാടശേഖരത്തിൻ്റെ പ്രസിഡന്റും കൃഷി ഓഫീസർമാർ 2 പേരും എല്ലാവരും കൂടി വന്ന് നടത്തിയതിൻ്റെ ഒരു ഫോട്ടോയാണത്. ഞങ്ങളുടെ കൃഷി ഓഫീസർമാരെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന 2 കൃഷി ഓഫീസർമാർ, 2 സുഹൃത്തുക്കളെ പോലെ എന്ത് കാര്യത്തിനും എന്ത് സഹായത്തിനും എന്ന് ചെന്നാലും അവർ റെഡിയാണ് കേട്ടോ. ഈ പുഷ്പകൃഷിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കുട്ടനാട്ടിൽ ഈ ചേർത്തലക്കാരൊക്കെ ഇങ്ങനെ ഈ പുഷ്പകൃഷി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. കാരണം നമ്മുടെ സ്ഥലത്തും ഇത് കണക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം അങ്ങനെയാണ് ഞാൻ ഗ്രോ ബാഗിൽ ഇത് കൃഷി ചെയ്യാനായിട്ട് തയ്യാറായത്. പക്ഷേ മത്സ്യക്കുളത്തിലെ വെള്ളം ഉപയോഗിച്ചാണ് ചെടികൾ നനച്ചത്. 90 ഗ്രാം വരെ ഒരു പൂ എനിക്ക് കിട്ടി. അത്രയും വെയിറ്റുള്ള പൂ വരെ കിട്ടി. കുട്ടികളും വളരെ ഹാപ്പിയായി. ഓണത്തിന് ഞാൻ ഈ വിളവെടുപ്പിന് ശേഷം വന്ന പൂക്കൾ കൊണ്ട് വീട്ടിൽ അത്തപ്പൂ ഇട്ടു. ഞാനത് കൊണ്ട് വിറ്റു. ചങ്ങനാശ്ശേരി ചന്ത മാർക്കറ്റിൽ കൊണ്ട് വിറ്റു. അതിനുശേഷം ഗ്രോ ബാഗുകൾ അനുസരിച്ച് ഒരു ബാഗിന് 250 രൂപ പ്രകാരം റിസോർട്ടുകാർ ഹോട്ടലുകാരെങ്ങനെ വന്ന് അവരൊരു 50 ബാഗുകൾ എൻ്റെ നിന്ന് വാങ്ങി 250 രൂപ. അതെനിക്കൊരു എക്സ്ട്രാ വരുമാനമായിരുന്നു.